സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി നിങ്ങൾ കുറേ വീഡിയോ കണ്ടു കാണുമായിരിക്കും. എന്നാലും ഇതൊന്ന് കണ്ടുപോകും. എനിക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എത്ര ചെയ്തിട്ടും അതങ്ങോട്ട് ശരിയാവുന്നില്ല. എന്നാൽ ഒരു ദിവസം അടുക്കളയിൽ കയറി അമ്മ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാമെന്ന് കരുതി. ഞാൻ പൊതുവെ നോൺ സ്റ്റിക്ക് പാനിലാണ് കുക്ക് ചെയ്യുന്നത്. ഇവിടെ അമ്മ ഒരു ഇൻഡാലിയം ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് ഇഷ്ടം. ചിലർ പറയും അതിൻ്റെ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ചെന്ന് ക്യാൻസർ വരെ വരുമെന്ന്. ചിലർ പറയും അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കരുത്, നാരങ്ങ, തക്കാളി, പുളി കൂടുതലുള്ളവ ഇവ പാകം ചെയ്താൽ അലൂമിനിയം ദ്രവിച്ച് ഭക്ഷണത്തിൽ കലരും, അത് നമ്മുടെ ഉള്ളിൽ പോകും, എന്തായാലും ചാവുമെന്ന് ഉറപ്പാണ്. സവാള, വെണ്ടയ്ക്ക, പച്ചമുളക് ഇവയെല്ലാം അമ്മ ആദ്യമേ തന്നെ കഴുകി അരിഞ്ഞു വെച്ചു. പിന്നീട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ചെറിയ ഉള്ളി, വറ്റൽമുളക് എന്നിവ മൂപ്പിച്ചെടുത്തു. അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക, സവാള, പച്ചമുളക് ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് ഇളക്കി അടച്ചു വെച്ചു ഒരു മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ടൊരു 7-8 മിനിറ്റ് വേവിച്ചു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ വെളിച്ചെണ്ണ നമ്മുടെ തന്നെ വീട്ടിലെ തെങ്ങിൽ നിന്ന് കിട്ടിയ തേങ്ങ കൊപ്രയാക്കി ആട്ടിയെടുത്തതാണ്. ഇനി 7-8 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇവയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കണം. 3-4 മിനിറ്റ് വേവിക്കണം. അവസാനം തിരികെ വെച്ച തേങ്ങയിട്ട് ഇളക്കി ചെറിയ തീയിൽ 2 മിനിറ്റ് കൂടി വെച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ചോറ്, മുട്ട, മീൻകറി, വെണ്ടയ്ക്ക എല്ലാം റെഡി. ഈ മുട്ടയുടെ സൈഡിൽ ഒരു പിങ്ക് കളറിൽ ഇരിക്കുന്ന സാധനം എന്താണ് ഐറ്റം എന്ന് മനസ്സിലായോ? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയാണ്. ഇത് ഉപ്പിലിട്ടതാണ്.